നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയെ ജാമ്യത്തിൽ വിട്ടു. ജാമ്യം അനുവദിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവ് വിചാരണ കോടതി നടപ്പാക്കി. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ ആ ജാമ്യ ഉത്തരവ് വിചാരണ കോടതി നടപ്പാക്കിയിരിക്കുകയാണ്. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കിക്കൊണ്ട് ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ജാമ്യ വ്യവസ്ഥകളാണ് പൾസർ സുനിക്ക് മുന്നിൽ കോടതി വച്ചിരിക്കുന്നത്? പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്തൊക്കെയായിരുന്നു? മനു, അത് തന്നെയാണ് പ്രധാനം. ഇത് സാങ്കേതികമായി ഉത്തരവ് നടപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് വിചാരണ കോടതിക്ക് ചെയ്യാനുണ്ടായിരുന്നത്. സുപ്രീം കോടതി നിർദ്ദേശം അതായിരുന്നു. സുപ്രീം കോടതിയുടെ ജാമ്യ ഉത്തരവ് നടപ്പാക്കണം, ഒരാഴ്ചയ്ക്കുള്ളിൽ സുനിയെ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടണം എന്നുള്ളതായിരുന്നു. അത് ഇപ്പോൾ വിചാരണ കോടതി നിർവഹിച്ചിരിക്കുന്നു. ഒപ്പം ഉപാധികൾ എന്തൊക്കെ വെക്കണം എന്നുള്ളത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാം. അതിനു മുൻപ് പ്രോസിക്യൂഷന്റെ നിലപാട് കൂടി പരിഗണിക്കാം എന്നും സുപ്രീം കോടതി ഉത്തരവിലുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതി പ്രോസിക്യൂഷന്റെ അഭിപ്രായം തേടുകയുണ്ടായി. അതനുസരിച്ച് പ്രോസിക്യൂട്ടർ, ഈ കേസിലെ പ്രത്യേക പ്രോസിക്യൂട്ടർ അജകുമാർ ആയിരുന്നു, അദ്ദേഹം ഹാജരായി ആവശ്യങ്ങൾ കോടതിക്ക് മുമ്പാകെ വെച്ചു. അതായത് കർശനമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തണം എന്നാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. കുറ്റകൃത്യം വളരെ ഗൗരവമുള്ള കുറ്റകൃത്യമാണ് ഉണ്ടായത്. ആ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുക്കണം. ഒപ്പം അതിജീവിതയുടെ സുരക്ഷയും സ്വകാര്യതയും ഒക്കെ പ്രധാനമാണ്. ഈ പൾസർ സുനിക്ക് ജാമ്യം നൽകുമ്പോൾ അതിനെ ഹനിക്കാത്ത, ഈ അതിജീവിതയുടെ സുരക്ഷയും സ്വകാര്യതയും ഒക്കെ ഹനിക്കാത്ത തരത്തിലുള്ള ജാമ്യവ്യവസ്ഥകൾ ഏർപ്പെടുത്തണം. ഒപ്പം തന്നെ ഈ പൾസർ സുനിയുടെ തന്നെ ജീവന് ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതനുസരിച്ച് പോലീസിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകുന്ന തരത്തിലുള്ള വ്യവസ്ഥകളും ഉണ്ടാകണം എന്ന ആവശ്യം കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അത് കേട്ട ശേഷമാണ് കോടതി ഇപ്പോൾ ഈ ഉത്തരവ് നടപ്പാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശം നടപ്പാക്കുകയും പൾസർ സുനിയെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇതിലെ ഉപാധികൾ, കർശന ഉപാധികളുണ്ട്. ഉപാധികൾ എന്ന് പറയുന്നത് അനുമതിയില്ലാതെ എറണാകുളം ജില്ല വിട്ടുപോകരുത് എന്നുള്ളതാണ്. കോടതിയുടെ അനുമതി ഇല്ലാതെ എറണാകുളം ജില്ല വിട്ടുപോകരുത്. ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് ഒന്നും തന്നെ സംസാരിക്കരുത്. ഒപ്പം പൾസർ സുനിയുടെ ഫോൺ നമ്പർ കോടതിയിൽ നൽകണം. ഒരു സിമ്മ് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അത് ഏതാണോ ആ നമ്പർ എങ്കിൽ അത് കോടതിയിൽ നൽകണം. ഒപ്പം 1 ലക്ഷം രൂപയുടെ ബോണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആൾജാമ്യത്തിനായി പൾസർ സുനി അമ്മ അടക്കമുള്ളവരെ കോടതിയിലേക്ക് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ നടപടികൾ പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ കോടതിയിൽ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ പൾസർ സുനിക്ക് ജയിൽ മോചനം സാധ്യമാകും. നേരത്തെ 2 കേസുകൾ ജയിൽ മോചനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റുമോ? ഇപ്പോൾ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായില്ലേ, അതുകൊണ്ട് ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റുമോ? അതിന് തന്നെയാണ് സാധ്യത. ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയും. കാരണം ഇനി അവശേഷിക്കുന്നത് ഈ കോടതിയുടെ ഈ ജാമ്യം അനുവദിച്ചുള്ള ഈ ഉത്തരവ് അത് ലഭ്യമായ ശേഷം ആ ഉത്തരവും കൊണ്ട് പൾസർ സുനി കഴിയുന്ന ജയിലിലെത്തി സൂപ്രണ്ടിനെ ബോധ്യപ്പെടുത്തി പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ്. അത് സുനി ഇപ്പോൾ ഉള്ളത് എറണാകുളം സബ് ജയിലിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് അധികം ദൂരം സഞ്ചരിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന വിചാരണ കോടതി നിൽക്കുന്ന ഈ ജില്ലാ കോടതി സമുച്ചയത്തിൽ നിന്ന് ഏതാണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ഈ എറണാകുളം സബ് ജയിലുമുള്ളത്. എറണാകുളം സബ് ജയിലിലേക്ക് ഈ ഉത്തരവ് എത്തിക്കേണ്ടുന്ന ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നൊരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം തന്നെ പൾസർ സുനിക്ക് ജയിൽ മോചനം സാധ്യമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി എന്തൊക്കെ നടപടിക്രമങ്ങൾ ഇനി അവശേഷിക്കുന്നുണ്ട്? ഇപ്പോൾ നേരത്തെ ഉമേഷ് പറഞ്ഞു ആൾജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന്. അത്തരത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രോസസ്സുകൾ ബാക്കിയുണ്ടോ? മനു, ഇനി വലിയ പ്രോസസ്സുകൾ ബാക്കിയില്ല എന്ന് തന്നെയാണ്. ഈ ജാമ്യോത്തരവ് നടപ്പാക്കുക, അതിൻ്റെ ഒരു സാങ്കേതിക നടപടികൾ ക്രമങ്ങൾ മാത്രമേ കഴിയേണ്ടതുള്ളൂ. അത് അധികം വൈകാതെ തന്നെ ഏതാണ്ട് ഒരു അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് തന്നെ അതെല്ലാം പൂർത്തിയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് വളരെ വേഗമാണ് ഈ കോടതിയിൽ നടപടികളെല്ലാം ഉണ്ടായത്. ഇന്ന് 11 മണിക്ക് കോടതി ആരംഭിച്ച ആദ്യ കേസായി തന്നെ ഈ പൾസർ സുനിയുടെ കേസ്, ഈ നടിയെ ആക്രമിച്ച കേസ് പരിഗണിച്ചു. സുനിയുടെ ജാമ്യോത്തരവ് നടപ്പാക്കണം എന്ന ആവശ്യം കഴിഞ്ഞ ദിവസം തന്നെ പൾസർ സുനിയുടെ അഭിഭാഷകർ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട അപേക്ഷ കോടതിക്ക് മുമ്പാകെ എത്തിച്ചിരുന്നു. ഇന്ന് സ്വാഭാവികമായും ആ അപേക്ഷ കോടതി പരിഗണിക്കുകയാണുണ്ടായത്. ഒപ്പം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശം കോടതി പുറപ്പെടുവിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുനിയെ രാവിലെ 11 മണിക്ക് മുൻപായി തന്നെ ഈ വിചാരണ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു.